നമ്മൾ പറയുന്ന നെടുമങ്ങാട് മണ്ഡലം അറിയപ്പെടുന്നത് തന്നെ CPIയുടെ പൊന്നാപുരം കോട്ട എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജനാധിപത്യം നിലനിൽക്കുന്ന ഒരിടത്തും പൊന്നാപുരം കോട്ടകൾ ഇല്ല എന്നുള്ളതാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു 10-12 വർഷങ്ങൾ കൊണ്ട് എന്താണ് ഭാരതത്തിന്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ്. BJP നേതാക്കളാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവതാരകർ കൂടുതലായിട്ട് കടന്ന് ആക്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, എപ്പോഴും അത് തന്നെയാണ് അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഒരിക്കലും എതിരാളിയോട് ഡിബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ടല്ല ഞാൻ പോകുന്നത്. ഇവിടെ മുറി ഒഴിയണം എന്ന് പ്രധാനമന്ത്രി എന്ന രഹസ്യമായിട്ട്, കാരണം ഞാൻ അവതാരകനോട് ഡിബേറ്റ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എതിരാളിക്ക് ഒരു ടൈമുണ്ട്, ആ ടൈമിലാണ് അയാൾ സംസാരിക്കുക. ഈ കളത്തിലല്ലാതെ നിന്ന് കളിക്കുന്ന ആൾ അവതാരകനാണ്. അയാൾക്ക് എപ്പോൾ വേണോ ഇടപെടാം, എപ്പോൾ വേണോ നമ്മൾ പറയുന്നതിനെ ബ്രേക്ക് ചെയ്യാൻ, കട്ട് ചെയ്യാൻ, നമ്മളെ കൂടുതൽ സൗണ്ട് എടുത്ത് സംസാരിക്കാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അയാളോട് ഡിബേറ്റ് ചെയ്യാനാണ് പ്രിപ്പയർഡ്. NDA സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു വിടുന്നതുകൊണ്ട് ഒരിക്കലും NDA ഒരു മന്ത്രിസഭയിലേക്ക് എത്തുന്നില്ലല്ലോ. അല്ല, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ചേഞ്ച് അവർ കാണുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. ഉദാഹരണം പറഞ്ഞാൽ വന്ദേ ഭാരത് വരുന്നു, ബാക്കി എല്ലായിടത്തുമൊക്കെ വന്നതിന് ശേഷം ആണ് ഇവിടേക്ക് വരിക. ഇത് ആദ്യത്തെ ഫേസിൽ തന്നെ വന്ദേ ഭാരത് ഇവിടെ വരുന്നത്. ഇപ്പോൾ 3 എണ്ണമായിട്ടാണ്. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും 100 കണക്കിന് കോടി രൂപ ചെലവാക്കിയാണ് റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ BJPക്ക് ഇവിടെ കരുത്ത് കൂടുന്തോറും വലിയ വികസനം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ആൾക്കാർക്ക് ബോധ്യമാകുന്നുണ്ട്. നെടുമങ്ങാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുക? ഈ MC റോഡിനെ NHനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ജംഗ്ഷനാണ് പോത്തൻകോട് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് വികസിച്ചാൽ മാത്രമേ നമ്മുടെ IT ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട്. ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് പള്ളിപ്പുറം വരെയുള്ള മേഖലകളിൽ നടക്കുന്നുണ്ട്. ഇവിടേക്ക് ഈ സാധനം വരില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ടിവിറ്റി ഒരു വലിയ പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള സാഹചര്യം ഉണ്ടാക്കി. 2ലേക്കോ 3ലേക്കോ പോയാൽ പോലും ഈ ഒരു മണ്ഡലത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇനിയാണെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവായി ഞാൻ പ്രവർത്തിക്കുമെന്ന് 100% അവർക്ക് ഉറപ്പ് കൊടുക്കും. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്നത് എനിക്ക് MLAയുടെ അലവൻസ് കിട്ടിയിട്ടോ എനിക്ക് യാത്രാപടി കിട്ടിയിട്ടോ അല്ല. ഇതൊന്നുമില്ലാത്ത സമയത്ത് ഞാനത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയും അത് ചെയ്യുമെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അവർക്ക് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് അവരെൻ്റെ ഒപ്പം നിൽക്കുന്നത്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. നെടുമങ്ങാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി ശ്രീ യുവരാജ് ഗോകുലാണ് നമ്മളോടൊപ്പം അതിഥിയായി ചേർന്നത്. ചേട്ടാ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇങ്ങനെ യുവരാജ് ഗോകുൽ എന്ന് കണ്ടു, ചേട്ടന്റെ പോർട്ട്ഫോളിയോ ഒക്കെ പരിശോധിച്ചപ്പോൾ ഗോകുൽ എന്ന് കണ്ടു. യഥാർത്ഥത്തിൽ വോട്ടർ പട്ടികയിലെ പേരെന്താണ് ചേട്ടാ? വോട്ടർ പട്ടികയിൽ ഗോകുൽ എന്നേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് വായിച്ചു, ഈ പേരുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോഴത്തേക്കും ഭയങ്കരമായ ടെൻഷനുകൾ ഉണ്ടായിരുന്നു. ഒഫീഷ്യലി ഞാൻ ഗസറ്റിലിട്ട് ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പം ഞാനത് ഗസറ്റിലിട്ട് ചേഞ്ച് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം ആലോചിച്ചു. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, ഇപ്പോൾ ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എൻ്റെ ആവശ്യമില്ല, പ്രത്യേക ഒരു ഫോം കൊടുത്താൽ മതി, എൻ്റെ പേര് ഇങ്ങനെയാണ് അറിയപ്പെടുന്നതെന്ന്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ പലർക്കും കൂടെ മത്സരിക്കാൻ പറ്റില്ല. ഇപ്പോൾ പിണറായി വിജയൻ്റെ പേര് പിണറായി വിജയൻ എന്നല്ല, രമേശ് ചെന്നിത്തലയുടെ പേര് അങ്ങനെയല്ല, പലരുടെയും പേരുകൾ അങ്ങനെയല്ല വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാം. അപ്പോൾ ഞാൻ ആ കോൺഫിഡൻസിൽ തന്നെയാണ് മുമ്പോട്ട് വരുന്നത്. പക്ഷേ അത് പ്രശ്നം ഉണ്ടാക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് ആ പേര് അനുവദിക്കരുത് എന്നൊക്കെ ഉള്ള തലത്തിൽ ആ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യം. പിന്നെ ഞാനത് എൻ്റെ അഡ്വക്കേറ്റ് കുറച്ച് കാര്യമായിട്ട് ഫൈറ്റ് ചെയ്തു. പിന്നെ വില്ലേജ് ഓഫീസിൽ പോയി ഞാൻ പേപ്പർ എഴുതി മേടിച്ചു. അങ്ങനെയൊക്കെ തിരിച്ചുകൊണ്ട് കൊടുത്തിട്ടാണ് അത് ക്ലിയർ ചെയ്ത സാഹചര്യം. അപ്പൊ നമുക്ക് നെടുമങ്ങാടുള്ള ജനങ്ങൾ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ യുവരാജ് ഗോകുൽ എന്നുള്ള പേരിൽ താമര വിരിഞ്ഞു നിൽക്കുന്നത് കാണാം അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ തന്നെ. ഈ നെടുമങ്ങാട് മണ്ഡലം എന്ന് പറയുന്നത് പൊതുവെ പറയുന്നത് ഒരു CPI കോട്ടയാണ്. അവിടെ സിറ്റിംഗ് MLA ആണ് മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഭയങ്കരമായ മത്സരമുള്ള, ഒരുപക്ഷെ പറഞ്ഞാൽ ത്രികോണ മത്സരമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും അത് നേരിടുന്നത്? ആദ്യമായിട്ട് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരാളെന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള ടെൻഷനുകളുണ്ടോ? ആദ്യമായിട്ട് മത്സരിക്കുന്നതിന്റെ ടെൻഷനുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും കാലം ഇലക്ഷൻ ഞാൻ പുറകിൽ നിന്ന് മാനേജ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടി ഫ്രീ ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇറങ്ങി കളിക്കാം എന്നുള്ള കണ്ടന്റ് വഴിക്ക് വിട്ടിട്ട് നമുക്ക് ആ സാധനം പലതും
അവർ പോലും അറിയില്ല ഇത്തരം നറേറ്റീവുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ടെൻഷനുണ്ട്. എന്നെ ഈ രാവിലെ വണ്ടി കയറ്റി നിർത്തിയാൽ രാത്രി 10 മണിക്കാണ് ഇറക്കി വിടുന്നത്. അപ്പോൾ എനിക്ക് ഈ സാധനങ്ങളൊന്നും പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ടെൻഷനുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിറ്റിംഗ് MLA അദ്ദേഹം ഒരു മിനിസ്റ്ററാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മുൻ MLA ആണ്. അപ്പോൾ അദ്ദേഹം വലിയൊരു പാരമ്പര്യമുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റിൽ അവർ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് അദ്ദേഹത്തിൻ്റെ വൈഫ്. അപ്പോൾ അവർക്കൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു വിഭാഗമാണ്. അപ്പോൾ അതിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു ഫസ്റ്റ് ടൈം ഒരു ആളെന്നുള്ളൊരു ഡെബ്യൂ പ്ലെയർ എന്നുള്ള നിലയിൽ അതിനകത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ചലഞ്ചസ് ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ടൈമാണ് ഒരു മന്ത്രിയെ കിട്ടുന്നത്. ഇതുവരെ 1956 തുടങ്ങിയിട്ട് ഇതുവരെയും ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു മിനിസ്റ്റർ വന്നു കഴിയുമ്പോൾ ആ മിനിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഞാൻ കുറേ പഠിച്ചതിനനുസരിച്ചിട്ട് അത്തരത്തിലുള്ളൊരു സാധനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം തന്നെ വീണ്ടും മത്സരിക്കുമ്പോൾ അദ്ദേഹം ഇനിയൊരു മന്ത്രിയാവാനുള്ള സാധ്യതയില്ല. ഇനി അദ്ദേഹം ജയിച്ചാൽ പോലും CPIയുടെ ഒരു ഹാബിറ്റ് അനുസരിച്ചിട്ട് അവരൊരു ക്യാരക്ടർ അനുസരിച്ചിട്ട് അവരത് കൊടുക്കാറില്ല. സെക്കൻഡ് ടൈം ആർക്കും കൊടുക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഒരു മന്ത്രിക്ക് ഇത്രയേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അത്രയൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ സാധനമാണ് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതൊരു വ്യക്തിയെ മാത്രമാണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പറയുന്ന നെടുമങ്ങാട് മണ്ഡലം അറിയപ്പെടുന്നത് തന്നെ CPIയുടെ പൊന്നാപുരം കോട്ട എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അത്തരത്തിൽ അറിയപ്പെടുന്ന ഒരു മണ്ഡലത്തിൽ അതിപ്പോ ആര് മത്സരിച്ചാലും CPI ആണ് വിജയിക്കുക എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉള്ളതായിട്ട് ഇത്രയും ദിവസത്തെ പ്രചാരണം കൊണ്ട് എവിടെയെങ്കിലും തോന്നിയോ? അങ്ങനെ എന്തെങ്കിലും ആകുലതകളുണ്ടോ? ആകുലതകളില്ല. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ അധികം എൻ്റെ വർക്ക് എവിടെയെങ്കിലും ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ വിളിച്ചു പറയുന്നത് ഇടതുപക്ഷക്കാർ തന്നെയാണ്. ചേട്ടാ നിങ്ങളുടെ വർക്ക് അവിടെ ഡൗൺ ആണ്, ചേട്ടാ നിങ്ങളുടെ വർക്ക് ഇവിടെ ഡൗൺ ആണ് എന്ന് പറഞ്ഞിട്ട് അത് അക്രോസ്. അത് വേറൊരു ഫാക്ടർ കൂടിയുണ്ട്. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിബേറ്റുകൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ ഞാൻ ആദ്യം വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അത്തരത്തിൽ ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാണെങ്കിൽ ഞങ്ങൾ ഇതാക്കും ആ ഒരു സാഹചര്യം ഉണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനുകളൊന്നും എനിക്കില്ല. കാരണം പണ്ടത്തേതുപോലെ അങ്ങനെ അന്ധമായി രാഷ്ട്രീയം ആരും പിന്തുടരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ഇപ്പോൾ പൊന്നാപുരം കോട്ടകളൊന്നും ഇല്ല. ആർക്കും അങ്ങനെ പറയപ്പെടുന്ന പൊന്നാപുരം ജനാധിപത്യം നിലനിൽക്കുന്ന ഒരിടത്തും പൊന്നാപുരം കോട്ടകളില്ല എന്നുള്ളതാണ്. കാരണം ജനങ്ങൾക്ക് അഭിപ്രായം, ജനങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നിടത്ത് ജനങ്ങൾ അവരുടെ അഭിപ്രായം മാറ്റാൻ തയ്യാറാണ് എന്നുള്ളതാണ്. കാരണം അവർ പലരും ഇതിനകത്ത് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് വരെയും RSSനെ BJPയെ കുറിച്ചിട്ട് വലിയ തെറ്റിദ്ധാരണ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളെന്തോ ഫാസിസ്റ്റാണ്, നമ്മളെന്തോ വലിയ ആളെ പിടിച്ച് തിന്നുന്ന ആൾക്കാരാണ് എന്നൊക്കെയുള്ള ഉണ്ടായിട്ടുണ്ട്. നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു 10-12 വർഷങ്ങൾ കൊണ്ട് എന്താണ് ഭാരതത്തിൻ്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പം അതുവരെ ഇവർക്ക് കിട്ടിയിരുന്ന ഒരു ഫീഡിങ് ഉണ്ട്, ഈ സംവിധാനം ഇങ്ങനെയാണ്, അതങ്ങനെ അല്ല എന്നവർക്ക് മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം കൂടി ചേർന്നിട്ട് ഈ പൊന്നാപുരം കോട്ടകൾക്കകത്തിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഇടതുപക്ഷക്കാരൊന്നും അല്ല. അവർ കരുതുന്ന ഇടതുപക്ഷക്കാരൊന്നും അല്ല. ഓക്കെ, ഈ നെടുമങ്ങാട് മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും രംഗത്തിറക്കിയിരിക്കുന്നത് ഒരുപാട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള 2 നേതാക്കളെയാണ്. ഒരു യുവ നേതാവിനെ ഇറക്കാമെന്നുള്ള ഒരു തീരുമാനം എവിടെ നിന്നായിരുന്നു, എങ്ങനെയായിരുന്നു? എനിക്ക് അത്ര പാരമ്പര്യം കുറവൊന്നുമില്ല. എനിക്കൊരു 2 പതിറ്റാണ്ടിന്റെങ്കിലും പ്രവർത്തന പരിചയം സാമൂഹിക രംഗത്തുള്ള ഒരാളാണ് ഞാൻ. ABP ആരംഭിച്ചതാണ്. അതും ബാക്ക് ഇൻ 2004 ഞാൻ ഒഫീഷ്യലി അതിനകത്തൊരു റോളിലേക്ക് വരികയും ABPയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആവുകയും ABPയുടെ നഗരത്തിന്റെ ചുമതലയിലേക്ക് വരികയൊക്കെ ചെയ്ത ഒരാളാണ്. അപ്പോൾ ഞാനൊരു കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ മണ്ഡലം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു പോകുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഒരുപാട് സ്റ്റഡീസ് നടത്തുന്നുണ്ട്. ഒരു കാൻഡിഡേറ്റിന് ഒരിടത്ത് ഫീൽഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തന്നെ ചില സമയത്ത് മടുപ്പ് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം സർവേ എന്ന് പറഞ്ഞാൽ സർവേയാണ്. അത്രയും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നാഷണൽ ടീം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പഠനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ചൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്, അവരിപ്പോൾ പഠനം എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരെ വിളിച്ച് ചോദിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, മാധ്യമങ്ങൾ, പോലീസ്, എല്ലാ സംവിധാനങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിലേക്ക് കുറച്ച് യൂത്തായിട്ടുള്ളവർ നമ്മളിലേക്ക് ഇത്രയും വലിയൊരു കോൺസ്റ്റിറ്റ്യുവൻസി, ഇത്രയും വലിയൊരു സംഗതി തരുന്നു എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. കുറച്ച് വർഷങ്ങളായിട്ട് നെടുമങ്ങാട് മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. നെടുമങ്ങാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുക? നെടുമങ്ങാടിനെ കുറിച്ചിട്ട് ദീർഘവീക്ഷണത്തോടുകൂടി ചിന്തിക്കുന്ന ഒരാൾ അവിടെ വന്നിട്ടില്ല, ജനപ്രതിനിധിയായിട്ടുണ്ട് എന്നുള്ള ഒരു ഇതിലാണ്. ഇപ്പം നമ്മുടെ MC റോഡ് വരുന്നുണ്ട്.
അപ്പുറത്ത് NH വേണമെന്നുണ്ട്. ഈ MC റോഡിനെ NH-നെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ജംഗ്ഷനാണ് പോത്തൻകോട് ജംഗ്ഷൻ എന്ന് പറയുന്നത്. 2000 നമ്മുടെ കേരളത്തിൽ എത്ര വണ്ടികളുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് 10-18 ലക്ഷം വണ്ടികളാണുള്ളത്. 2010 എത്തുമ്പോൾ അത് വീണ്ടും അതിൻ്റെ ഡബിളോ ട്രിപ്പിളോ എന്തോ ആയിട്ടുണ്ട്, 60. നിലവിൽ അത് ഏതാണ്ട് 1,80,00,000 എന്തോ വാഹനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. സ്വാഭാവികമായിട്ട് അത്രയും വാഹന ബാഹുല്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്രയും വലിയൊരു ജംഗ്ഷൻ, ആ ജംഗ്ഷൻ ഒരു തരത്തിലും വികസിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത് വികസിച്ചാൽ മാത്രമേ നമ്മുടെ IT ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട്. ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് പള്ളിപ്പുറം വരെയുള്ള മേഖലകളിൽ നടക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ലാൻഡ് ഇല്ല. ഇനി ലാൻഡ് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കയറണം. കാരണം നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ പോത്തൻകോട് മാണിക്കൽ ഭാഗത്തേക്ക് ലാൻഡ് കയറിയാൽ മാത്രമേ ലാൻഡ് അവൈലബിലിറ്റി ഉള്ളൂ. ഇവിടേക്ക് ഈ സാധനം വരില്ല. ഞാനിപ്പം ജനങ്ങളോട് ഇറങ്ങി പറയുകയാണ്, ഞാനിവിടെ വലിയ ബഹുന്താരാഷ്ട്ര കമ്പനി ഇവിടെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞാലും അത് നടക്കില്ല. അതുകൊണ്ട് ഇതിപ്പോൾ നിലവിൽ അത് പറയാൻ സാധിക്കുന്ന സാഹചര്യം അല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ടിവിറ്റി ഒരു വലിയ പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ഇതില്ലാതെ വരില്ല. നമുക്കറിയാലോ, ഇപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ പോലും അത്യാവശ്യം ബിസിനസ് ക്ലാസ് അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ് യാത്ര ചെയ്യാൻ കഴിയുന്ന സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ പല കമ്പനീസും ഇവിടെ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള സാഹചര്യം ഉണ്ട്. ഇപ്പോൾ അതാണ് ഏറ്റെടുത്ത് കുറേ സാധനത്തിൽ മാറ്റമുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഇത് ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ടൂറിസം സ്പോട്ടുണ്ട്, വെള്ളാണിക്കൽ പാറ, ഒന്നും ചെയ്തിട്ടില്ല അതിനകത്ത്. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ ഓരോ ഭാഗത്തിനും ഓരോ സ്വഭാവമാണ്. ഇപ്പോൾ ഈ പള്ളിപ്പുറം ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടെക്നോ സ്വഭാവമുള്ള ഒരു ടെക്കി സ്വഭാവമുള്ള ഒരു പ്രദേശമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ ഇതിനൊരു സെമി അർബൻ സ്വഭാവമാണ് ഈ പോത്തൻകോട്. മാണിക്കൽ ഭാഗം കുറച്ച് പെരുപ്പംകോട് ഭാഗം അങ്ങോട്ടേക്കൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടിയും കൃഷി ഓറിയന്റഡ് ആയിട്ടാണ് ആൾക്കാർ പോകുന്നത്. വെമ്പായം വട്ടപ്പാറ ഇതൊന്നും അല്ല, അത് കുറച്ചുകൂടി സിറ്റി ആയിട്ട് അലൈൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. കരകുളം പഞ്ചായത്തും അതുപോലെ തന്നെ കോർപ്പറേഷനാണ്. ഈ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ ഒരു എൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ മണ്ഡലത്തിൻ്റെത്. ഇതിനൊരു പൊതു സ്വഭാവം എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല. ഓരോ ഭാഗത്തിന്റെ റിക്വയർമെന്റ് ഓരോന്നാണ്. പ്രചരണം ഒരു പരിധിവരെ പൂർത്തിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറയുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്താണ്? അല്ല, ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് വളരെ പോസിറ്റീവാണ്. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരെ കാണാനാണ്. നമ്മൾ കാണുന്ന സമയത്ത് വ്യക്തിപരമായി കാണുമ്പോഴാണ് ആൾക്കാർ കൂടുതലായിട്ട് നമ്മളിലേക്ക് വളരെ പോസിറ്റീവായിട്ട് കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരും ചിന്തിക്കുന്നുണ്ട്, നമ്മൾ പറയുന്നത് അവർ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് ഒരു വലിയ ഭാഗ്യം. ആണ് ഈ എന്താ പറയാ യുവതയുടെ ശബ്ദം ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഇന്റലക്ച്വൽ സെല്ലിലൊക്കെ വർക്ക് ചെയ്യാന്ന് പറയുന്നത്. സത്യത്തിൽ എന്തായിരുന്നു ഈ BJPയുടെ ഇന്റലക്ച്വൽ സെല്ലിൽ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണ്? ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സൊസൈറ്റിയെ ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ദിശയിലേക്കാണ് ആ സൊസൈറ്റി സഞ്ചരിക്കേണ്ടുന്നത് എന്നുള്ളത്. ഏത് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവർ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി വിശ്വസിക്കുന്നവരായിരുന്നാലും ശരി തന്നെയാണ്, RSS ഐഡിയോളജി വിശ്വസിക്കുന്നവരായിരുന്നാലും ശരിയാണ്, അവരതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ശ്രമിക്കുക. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ചില സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെക്കുറിച്ചിട്ട് മറ്റുള്ളവർ പറഞ്ഞിരുന്നു, എന്താണ് ഇവർ ഫാസിസ്റ്റാണ്, ഇവർ കുഴപ്പമാണ്, അവരതാണ്. അപ്പോൾ ഞാനത് കുറേ കാലം ചിന്തിക്കുന്ന വിഷയമാണ്. അത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ ഒരു മിസ്കൺസെപ്ഷൻ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരാണ് നമ്മളെക്കുറിച്ചിട്ട് പറയുന്നത്. പകരം നമ്മൾ എന്താണെന്ന് നമ്മൾ അവരെക്കുറിച്ച് പറയുക, അവർ പറയുന്നതിലെ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിക്കുക. ഇവർ വലിയ മേനി നടിച്ചുകൊണ്ട് ഞങ്ങൾ വലിയ സംഭവമാണ് എന്നുള്ള തരത്തിലാണ്. അപ്പോൾ അതിൻ്റെ പൊള്ളത്തരം തുറന്നു കാണിക്കുക, ഇതിൻ്റെ റിയാലിറ്റി തുറന്നു കാണിക്കുക. അത് നമുക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ചില ക്യാമ്പയിൻസ് റൺ ചെയ്തിട്ടുണ്ട്. ആ ക്യാമ്പയിൻസ് കൃത്യമായിട്ട് ഹിറ്റ് ചെയ്യേണ്ടടുത്ത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു കുറച്ചുകൂടി നമ്മൾ വിശാലമായൊരു ക്യാൻവാസിൽ ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഹൈലി ഇൻ്റലക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ സംവദിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളൊക്കെ നടത്തുമ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത് യുവാക്കൾക്ക് ഇപ്പോൾ രാഷ്ട്രീയമില്ല. രാഷ്ട്രീയത്തിന് പകരം അവർ വ്യക്തികളെ നോക്കിയായിരിക്കും ഒരുപക്ഷെ വോട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ വോട്ട് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നോട്ടയ്ക്ക് കുത്താന്ന് വിചാരിക്കുന്നുണ്ടാവും. എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? യുവാക്കൾക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത്? അവർ രാഷ്ട്രീയത്തിലാണോ വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇന്റലക്ച്വൽ സെല്ലായിട്ട് തന്നെ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു അവബോധം ഉണ്ടാവുമല്ലോ? നമുക്ക് പണ്ടത്തേത് പോലെ ഇരുന്ന് യുവതയെ നമുക്ക് അനലൈസ് ചെയ്യുക, അസസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നമ്മൾ എപ്പോഴാണ് കേട്ടു തുടങ്ങുന്നത്? നമ്മളൊരു 10ാം ക്ലാസ് അല്ലെങ്കിൽ അപ്പോഴാണ് നമ്മൾ ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ച് കേട്ടു തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ച് കേൾക്കുന്നത്? നമ്മൾ പറയുന്നത് അവർക്കും മുതിർന്നവർക്കും മനസ്സിലായി
മനസ്സിലാവുന്നില്ല, മുതിർന്നവര് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. ഈ ജനറേഷൻ ഗ്യാപ്പ് എത്രയല്ല അടിച്ചിരുന്നത്? കുറഞ്ഞത് 20 വർഷത്തെ ഗ്യാപ്പിലാണ് നമ്മുടെ അച്ഛനമ്മമാരോട് അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മൂമ്മമാരോടാണ് നമുക്ക് ജനറേഷൻ ഗ്യാപ്പ് അടിച്ചിരുന്നത് ആണല്ലോ. ഇപ്പൊ 5 വർഷത്തിലുള്ളവർക്ക് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് അല്ലേ? നമുക്കിപ്പോ 5 വയസ്സ് ഇളയ ഒരാളോട് പോയിട്ട് സംസാരിക്കുമ്പോൾ ഇയാൾ എങ്ങനെയാ ചിന്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അയാൾക്കും ആ പ്രശ്നമുണ്ട്. അയാളുടെ തൊട്ട് താഴെയുള്ള 5 വയസ്സ് താഴെയുള്ളവരോടും ഇത് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇപ്പൊ 80s-ലെയും 90s-ലെയും 70s-ലെയും ക്യാമ്പസ് ഓൾമോസ്റ്റ് സെയിം ആണ്. പഠിക്കുന്ന സിലബസുകൾ സെയിം ആണ്, യാത്രാ സൗകര്യങ്ങൾ സെയിം ആണ്. ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ഒരു ബസ്സിൽ കയറി ഒരിടത്തു നിന്ന് മറ്റൊരിടത്ത് പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെയായിരിക്കും ചിലപ്പോൾ നമ്മളും പോയിട്ടുണ്ടാകുന്ന. രാവിലെ 6:30-യുടെ ബസ് അല്ലെങ്കിൽ 7:30-യുടെ ബസ് ഇങ്ങനെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. ഇന്നത്തെ തലമുറ അങ്ങനെയല്ല പോകുന്നത്. ഇന്നത്തെ തലമുറയുടെ മൊത്തം പ്ലാന് മാറി. ഇന്ന് ക്ലാസ്സുകൾക്കകത്തുണ്ടാകുന്ന ഇപ്പം ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. 2005 to 9 ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു. ഞാൻ പഠിച്ചു കഴിഞ്ഞ ഒരു 4 വർഷം കഴിഞ്ഞാൽ ക്യാമ്പസിലേക്ക് വേറൊരു ആവശ്യമായിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് എനിക്ക് അവിടുത്തെ കുട്ടികളുടെ വൈബ് കിട്ടുന്നില്ല. കാരണം ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് വാട്സാപ്പ് ഇല്ല, സ്മാർട്ട് ഫോൺ ഇല്ല. ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾക്കകത്തുണ്ടാകുന്ന തമാശ എന്താണെന്ന് എനിക്കറിയില്ല. നമുക്കത് 500 രൂപയ്ക്ക് 500 SMS കിട്ടുന്ന ഫ്രീഡം സിം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമായിരുന്നു. ഇന്ന് അവർ അൺലിമിറ്റഡ് ആയിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണ്. ഇപ്പോഴത്തെ അവരുടെ മാനസികാവസ്ഥ എന്താണ്, അവരെങ്ങനെയാണ് ഈ സാധനം കൊണ്ടുവന്നത് നമുക്കറിയില്ല. അപ്പോൾ ന്യൂജൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ സോക്കോൾഡ് ജെൻസി എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയത്തോട് താല്പര്യമില്ല. അതൊരു റിയാലിറ്റിയാണ്. അവർക്ക് ഒരു രാഷ്ട്രീയത്തോട് താല്പര്യമില്ല. പിന്നെ ഈ ന്യൂ ജനറേഷൻ, ഇപ്പം നമ്മൾ ന്യൂ ജനറേഷൻ ആയിരിക്കുമ്പോൾ നമ്മളെ കുറിച്ചിട്ട് നമ്മുടെ മുതിർന്നവരും ഇത് തന്നെയാണ് പറഞ്ഞത് അല്ലേ? അതെ, ഈ പുതിയ തലമുറയ്ക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അല്ലേ? ഒരു ആഫ്റ്റർ 30 ആണ് ഇതിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുക. അപ്പോൾ ഒരു 20 to 27 ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാർ ആഫ്റ്റർ 25 നമുക്ക് അവർ കുറേയൊക്കെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ തുടങ്ങും, പഠിക്കാൻ തുടങ്ങും, ചെയ്യാൻ തുടങ്ങും. അതിന് ശേഷം നമുക്ക് ഇതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഈ പുതിയ തലമുറയുടെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഇടക്കാലത്ത് മൂകാംബികയിൽ പോയി. അപ്പോൾ മൂകാംബികയിൽ പോയപ്പോൾ അവിടെ ഒരു കുട്ടിയെ കണ്ടു. അപ്പോൾ കുട്ടിയുടെ അച്ഛൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അവരവിടെ സെറ്റിൽഡാണ്, മലയാളി ഫാമിലിയാണ്. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു ഈ കുട്ടി അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ജപ്പാനിൽ പോകണം എന്നുള്ളതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് അഭിപ്രായം? ഞാൻ പറഞ്ഞു ജപ്പാനിലുള്ള ആരെങ്കിലും മറ്റേതെങ്കിലും രാജ്യത്ത് പോകണമെന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ജപ്പാനിലുള്ള ഒരാൾ വേറെ ഏതെങ്കിലും എത്ര പേര് മറ്റൊരു രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം ജപ്പാൻകാർ അത്ര പാട്രിയോട്ടാണ്. അവരൊരു വളരെ ചെറുതിലെ മുതൽ അവർ കയറി വരുന്ന സമയത്ത് എൻ്റെ രാജ്യം എന്നുള്ള ചിന്താഗതിയിലാണ് വരുന്നത്. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ 8ാം ക്ലാസ് 9ാം ക്ലാസ് ആകുമ്പോൾ തന്നെ എങ്ങനെ ജർമ്മനിയിൽ പോവും, യുക്രൈനിൽ പോവും എന്ന് ആലോചിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഇവരുടെ ഉള്ളിൽ ആ ഒരു ദേശീയത എന്ന് പറയുന്ന ബോധം വരുന്നില്ല എന്നുള്ള കാര്യം ഒരു വലിയ വിഷമമാണ്. അപ്പൊ ഇത് കതിരിക്കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. 23-24 വയസ്സിൽ ഇവരോടത്ത് പോയിട്ട് കാര്യമില്ല. ഇവരെ കുറച്ച് ചെറുതിലെ തന്നെ അവരുടെ ഉള്ളിൽ ആ സാധനം കയറ്റിവിടേണ്ടതാണ്. ജപ്പാനിൽ പോകണമെന്ന് ഇവരാഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ഇവർ ജപ്പാനിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? കാരണം ജപ്പാൻകാരൻ ജപ്പാനിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും അവന്റെ രാജ്യം ഏറ്റവും ഡെവലപ്പ് ആവണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടുമാണ് നമ്മൾ ജപ്പാനിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലെ? അവരിവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് വാല്യൂ ഉണ്ടാവത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ യൂറോപ്പിൽ പോകുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ്. എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പോലീസ് ഓഫീസറാണ് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകള് ഇന്ന സ്ഥലം UK-യിലാണ് ഉള്ളത്, എന്തോ അസൈൻമെൻറ്റ് പ്രശ്നമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്യാൻ ലേറ്റായപ്പോൾ അവർ വിസ ക്യാൻസൽഡ് ആവുന്ന സമയമായി. പക്ഷെ ആ കുട്ടി അവിടെ ഹോൾഡ് ഓൺ ചെയ്തു. അപ്പോൾ അത് നിയമവിരുദ്ധമാണ്. അപ്പോൾ ഇത് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും. അപ്പം ഞാൻ നമ്മുടെ എംബസിയായിട്ടൊക്കെ ബന്ധപ്പെട്ടവർ പറഞ്ഞു മറ്റൊരു രാജ്യത്തിൻ്റെ വിസ പ്രോസസ്സിൽ ഇടപെടുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ പറഞ്ഞു അവിടെ 2 കുട്ടികൾ ഇതിനു മുമ്പ് ആത്മഹത്യ ചെയ്തു. ഞാൻ അവിടെ UK-യിലുള്ള നമ്മുടെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചോ പറഞ്ഞു 3 മാസത്തിനിടയിൽ 2 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. കാരണം ഇവരവിടെ ചെല്ലുന്നത് ഇപ്പം പഠിക്കാൻ പോയിരിക്കുന്നത് വലിയ കോഴ്സൊന്നുമല്ല, സൈക്കോളജിയിൽ എന്തോ ഒരു കോഴ്സ് ചെയ്യാനാണ് കുട്ടി പോയിരിക്കുന്നത്. ഇപ്പം ഇവിടെ ചെയ്യാൻ പറ്റാത്ത കോഴ്സൊന്നും അല്ല, അവിടെ ചെയ്യാൻ. ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുദ്ദേശിക്കുന്നത് ഈ പഠനം നടത്തുക, അതിനുശേഷം അപ്പം ഈ ഫാദർ എന്നോട് പറഞ്ഞു എന്തെങ്കിലും ജോലി ചെയ്യുക, അവിടെ സെറ്റിൽ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് അവർക്ക് മനസ്സിലായി ഇങ്ങനൊരു പ്രശ്നം നടക്കണം. അതുകൊണ്ട് അവർ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കി സാധനം കുട്ടികളെ.
അതാണ് ഇപ്പോൾ സംഭവിച്ചത്. അപ്പോൾ ഈ വല്ലവരുടെയും രാജ്യത്ത് നമ്മൾ പോയിട്ട് ഇങ്ങനെ അവരുടെ ഒരു രാജ്യത്ത് സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം കണ്ട് മോഹിച്ച് അവിടെ നമ്മൾ ഈ വളഞ്ഞ വഴിക്ക് കൂടി സെറ്റിൽഡ് ആവാൻ നോക്കുന്നുണ്ടല്ലേ പ്രശ്നം. നിങ്ങൾക്ക് ആ എഫേർട്ട് ഇവിടെ ഇട്ടൂടെ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയോട് പറയാനുള്ളത്, ഇപ്പോൾ അവർക്ക് രാഷ്ട്രീയം താല്പര്യമുണ്ടോ താല്പര്യമില്ല സെക്കൻഡറി ആണ്, പക്ഷേ ആ കുറച്ചുകൂടിയും അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു സ്വത്വബോധം എന്ന് നമ്മൾ പറയുന്നുണ്ട്, ഒരു സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആസ് ആൻ ഇന്ത്യൻ അതുണ്ടാകണമെന്നുള്ളതേ ഉള്ളൂ. ചാനൽ ചർച്ചകളിലേക്ക് വന്നിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും താല്പര്യക്കുറവായിരിക്കും. കാരണം ലൈവായിട്ടാണ് ചർച്ച നടക്കുന്നത്, നമ്മളോട് എന്തും ചോദിക്കാം, ഭൂമിക്ക് കീഴിലുള്ള എന്ത് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ ആൻസറബിൾ ആയിരിക്കണം, ചിലപ്പോൾ നമുക്ക് മണ്ടത്തരം സംഭവിച്ചെന്നിരിക്കാം, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സധൈര്യം ഏത് ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചാലും ധൈര്യത്തോടെ പോയിരിക്കുന്ന ഒരു നേതാവാണല്ലോ. എവിടെ നിന്നാണ് ആ ധൈര്യം കിട്ടുന്നത്? ഞാൻ ഈ ചാനൽ ചർച്ചകളിൽ ഞാൻ കയറുന്നതിന് മുമ്പ് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ നമ്മളെക്കുറിച്ച് പറയുന്ന പല കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മുഴുവൻ നുണയാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ഉണ്ട്, പക്ഷെ നമ്മൾ അത് അറിയുന്നില്ല. പകരം ഇവരുടെ ഈ നിരന്തരമായ നുണപ്രചരണത്തിൽ തന്നെ നമ്മൾ വീണു പോകുന്ന ഒരു സാഹചര്യമാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും അധികം ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന കേരളത്തിലാണ്. ഈ സാധനം ആക്ച്വലി പൊളിക്കുന്ന ഞാനാണ്, ഈ നറേറ്റീവ് പൊളിക്കുന്ന ഞാനാണ്. ഇപ്പൊ അവരത് പറയാറില്ല. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് ഡേറ്റ എടുത്തു വെച്ചിട്ട് ഏതൊക്കെ സംസ്ഥാനത്ത് കൂടുതൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് സമ്മതിക്കാൻ തയ്യാറല്ല. അവർ വീണ്ടും ഒരു തർക്കിച്ചുകൊണ്ടിരിക്കും. ഞാൻ വീണ്ടും ന്യൂസ് ഡേറ്റ് സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് വീണ്ടും പറഞ്ഞു കൊടുക്കണം. മാതൃഭൂമി ചാനലിലാണ് ചർച്ച. അപ്പോൾ ബാക്കി കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കൺവിൻസ്ഡ് ആയി. എനിക്കത് മതി, എനിക്ക് ഇദ്ദേഹം കൺവിൻസ്ഡ് ആവണോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ഞാനോട് നിങ്ങൾ എന്തോ പറഞ്ഞു പ്രശ്നമില്ല, എനിക്ക് പബ്ലിക് കൺവിൻസ്ഡ് ആയി, നിങ്ങളിതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരുപാട് വിഷയങ്ങളിലേക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ഞാൻ ചില വിഷയങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഇപ്പോഴും അതിന് സമയം കിട്ടാറില്ല. പണ്ട് വളരെ കാര്യമായിട്ട് തന്നെ ഞാനിതൊന്ന് പഠിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഡിബേറ്റുകളുടെ ഒരു ഫ്രീക്വൻസി കുറച്ചത്. കാരണം നമ്മൾ പോകുമ്പോൾ പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ എനിക്ക് സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കുന്നില്ല എന്നുള്ളത്. എൻ്റെ പ്രിപ്പറേഷൻ തന്നെയാണ് എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഒരു വിഷയത്തിനകത്തുള്ള പ്രിപ്പറേഷൻ, ആ പ്രിപ്പറേഷൻ തന്നെയാണ് കോൺഫിഡൻസ്. എൻ്റെ പൊളിറ്റിക്സ് ഞാൻ വളരെ ചെറുതിലേ ഫോളോ ചെയ്യുന്ന ആളാണ്. ഒരു ഇപ്പോഴത്തെ ജൻസിയെ പോലെ അല്ല. എനിക്കൊരു 1ാം ക്ലാസ് മുതൽ എനിക്ക് രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ BJP രാഷ്ട്രീയം ആയിരിക്കില്ല, മറ്റൊന്നും ആയിരിക്കില്ല, പക്ഷെ ദേശീയതയുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയം എനിക്കുണ്ട്. അതൊരു ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയോട് അലൈൻഡ് ആയിട്ടല്ല. പക്ഷെ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് എന്ത് രാഷ്ട്രീയമാണുള്ളത്? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്ത് രാഷ്ട്രീയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു സെൽഫ് എസ്റ്റീമിൻ്റെ രാഷ്ട്രീയമാണെന്ന് പറയുന്നതാണ് ശരി. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇന്ത്യയിൽ ഏറ്റവും നമ്മൾ ചില സാധനങ്ങൾ ജനറൽ നോളജ് പഠിക്കുമല്ലോ, GK ഒക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ കേരളം ആണ് ഇതിൽ 1ാം സ്ഥാനം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ കേരളത്തിൽ തിരുവനന്തപുരമാണ് 1ാം സ്ഥാനം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതിനകത്ത് ആ ഒരു വിഷയത്തിനകത്ത്. അതുപോലെ തന്നെ ലോകത്തിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമുക്ക് ഇതിൻ്റെ പൊളിറ്റിക്സ് അറിയില്ല. അതുകൊണ്ട് പോപ്പുലേഷൻ്റെ കാര്യത്തിൽ ഇന്ത്യയാണ് ലോകത്തെ 2ാമത്തെ രാജ്യം എന്ന് പറയുമ്പോൾ ഭയങ്കരമാണ്. 1ാം സ്ഥാനം കിട്ടിയില്ലല്ലോ എന്ന് പറയുന്ന കുഞ്ഞുകുട്ടിയാണ്, മനസ്സിലായില്ലേ? പക്ഷെ ആ സമയത്ത് അതൊരു ഇതാണ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മളെപ്പോഴും 1ാം സ്ഥാനത്ത് നിൽക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രാജ്യം, എൻ്റെ പ്രദേശം എന്ന് പറയുന്നത് ഒരു വലിയ അഭിമാനമായിട്ട് ഞാൻ കണ്ടുവന്നു. അത് തന്നെയാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ വലിയ ആഗ്രഹമായിരുന്നു സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുമ്പോൾ എന്താ ബ്രിട്ടനെ പോയി കോൺകർ ചെയ്യണം. കാരണം എന്താ, ബ്രിട്ടൻ ഇവിടെ വന്ന് നമ്മളെ കോൺകർ ചെയ്തിട്ട് അവിടെ തിരിച്ചു പോയി അവരെ കോൺകർ ചെയ്യണമെന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു 4ാം ക്ലാസ്സിൽ പഠിക്കും. ഇപ്പൊ തിരിഞ്ഞു ആലോചിച്ച് നോക്കുമ്പോൾ ചിരി വരും. അപ്പം സ്വാഭാവികമായിട്ട് ആ ഒരു നാഷണലിസത്തിന്റെ രാഷ്ട്രീയം അന്ന് തൊട്ട് എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അല്ലേ. ഞാൻ എൻ്റെ ഒരു തോന്നലാണോ എന്നറിയില്ല, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ചാനൽ ചർച്ചകളിൽ ഇരിക്കുമ്പോൾ BJP നേതാക്കളാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവതാരകർ കൂടുതലായിട്ട് കടന്ന് ആക്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, എപ്പോഴും അത് തന്നെയാണ് അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഒരിക്കലും എതിരാളിയോട് ഡിബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ടല്ല ഞാൻ പോകുന്നത്. കാരണം ഞാൻ അവതാരകനോട് ഡിബേറ്റ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എതിരാളിക്ക് ഒരു ടൈമുണ്ട്, ആ ടൈമിലാണ് അയാൾ സംസാരിക്കുക. അയാൾക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് കയറി കളിക്കാൻ പറ്റില്ല. അയാളൊരു കളത്തിലാണ്. ഈ കളത്തിലല്ലാതെ നിന്ന് കളിക്കുന്ന അയാൾ അവതാരകനാണ്. അയാൾക്ക് എപ്പോൾ വേണോ ഇടപെടാം, എപ്പോൾ വേണോ നമ്മൾ പറയുന്നതിനെ ബ്രേക്ക് ചെയ്യാൻ, കട്ട് ചെയ്യാൻ, നമ്മളെ കൂടുതൽ സൗണ്ട് എടുത്ത് സംസാരിക്കാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അയാളോട് ഡിബേറ്റ് ചെയ്യാനാണ് പ്രിപ്പയർഡ്, ഇതിനേക്കാൾ കൂടുതൽ. അപ്പോൾ എനിക്കിത് കുറച്ചുകൂടി ഈസിയാണ് എന്നുള്ളത്. ഈ നെടുമങ്ങാട് മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയെ കൂടുതൽ പ്രചോദിപ്പിക്കാനായിട്ട് സുരേഷ് ഗോപി വന്നപ്പോഴത്തേക്കും ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു?
അല്ല, അത് വളരെ ഹാപ്പി ആയിരുന്നു ആൾക്കാർ. സുരേഷ് ഗോപി പെട്ടെന്ന് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് 4ാമത്തെ ദിവസം തന്നെയാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ നമ്മുടെ റോഡ് ഷോ വളരെ ഗംഭീര ഒരു റോഡ് ഷോ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ സീസണിൽ ഏറ്റവും മികച്ച റോഡ് ഷോ നടന്നത്, ഒരു മാസ് എൻട്രി നടന്നത് ഇവിടെ ആയിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് ഈ മൊമെന്റ് വരെയും കിട്ടുന്നുണ്ട്, ആ ഒരു എൻട്രിയുടെ അഡ്വാൻറ്റേജ്. കാരണം മുഴുവൻ പ്രവർത്തകർ ഈ മണ്ഡലത്തിലെ ഏതാണ്ട് നമ്മുടെ ആരും മാറി നിൽക്കുന്നില്ല എന്നുള്ളൊരു ഫീൽ എല്ലാവർക്കും പരസ്പരം ഉണ്ടാവുകയും വലിയ ആത്മവിശ്വാസം ഉണ്ടാവുകയും ചെയ്തൊരു സംഭവമായിരുന്നു. അതിൻ്റെ 3ാമത്തെ ദിവസമാണ് സുരേഷ് ഗോപി വരുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി സുരേഷ് എന്നെ വിളിക്കുന്ന ഒരു 29ാം തീയതി വല്ലതും ഒക്കെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കാനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ മറ്റന്നാൾ തന്നെ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വന്നു അതും ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയൊരു ആവേശം പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ സീരിയസ് ആയിട്ടാണ് ഈ തിരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാൻ പോകുന്നത് എന്നുള്ള ആദ്യത്തെ ഒരു 4 ദിവസം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ 6 ദിവസം കൊണ്ട്, 6 ദിവസത്തിനുള്ളിൽ 3 വലിയ പ്രോഗ്രാം. 6ാമത്തെ ദിവസം ശോഭാ കരന്തലാജെ വന്നു. അപ്പൊ അത്രയും സീരിയസ് ആണ് എന്നുള്ള കാര്യം പ്രവർത്തകർക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ട്, ജനങ്ങൾക്കും ബോധ്യപ്പെടുന്നുണ്ട്. ഈ കേന്ദ്രമന്ത്രിമാരൊക്കെ ഈ ഒരു മണ്ഡലത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ജനങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു ആവേശത്തിലാണോ? തീർച്ചയായിട്ടും അവർ എക്സൈറ്റഡ് ആകുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത്രയും പ്രാധാന്യം നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിന് BJP കേന്ദ്ര നേതൃത്വം തരുന്നുണ്ട് എന്ന് പറയുന്നത് ഇവിടെ അത്രയും വലിയ വിജയ സാധ്യതയുണ്ട് എന്ന് അവർക്ക് നാഷണൽ ടീമിന് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പൊളിറ്റിക്കലി ലിറ്ററേറ്റ് ആണല്ലോ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അവർക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. സാധാരണക്കാരന്റെ മനസ്സിലേക്ക് ഇപ്പൊ ഞാൻ വോട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അയാളുടെ മനസ്സിലേക്ക് ആദ്യം പോകുന്നത് എന്താ? ഒന്നുകില്ലെങ്കിൽ ഇടതുപക്ഷം വരും, അല്ലെങ്കിൽ വലതുപക്ഷം വരും. ഇതിൽ രണ്ടിലെ ഏതെങ്കിലും ഒരു MLA ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരും. NDA സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു വിടുന്നത് കൊണ്ട് ഒരിക്കലും NDA ഒരു മന്ത്രിസഭയിലേക്ക് എത്തുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഈ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ വലതുപക്ഷത്തിനോ വോട്ട് ചെയ്താൽ മതിയല്ലോ എന്നൊരു ചിന്ത ആളുകളുടെ ഇടയിൽ ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളെ മാറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ? അല്ല, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ചേഞ്ച് അവർ കാണുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. ഉദാഹരണം പറഞ്ഞാൽ വന്ദേ ഭാരത് വരുന്നു കേരളത്തിലേക്ക്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവഗണിക്കപ്പെട്ട ഏറ്റവും ലാസ്റ്റാണ് ഇതൊക്കെ വരിക. ബാക്കി എല്ലായിടത്തും ഒക്കെ വന്നതിന് ശേഷം ആണ് ഇവിടേക്ക് വരിക. ഇത് ആദ്യത്തെ ഫേസിൽ തന്നെ വന്ദേ ഭാരത് ഇവിടെ വരുന്നു. ഇപ്പോൾ 3 എണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനുകൾ നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും 100 കണക്കിന് കോടി രൂപ ചെലവാക്കിയാണ്, 200, 300, 400 കോടിയൊക്കെ മുടക്കിയാണ് റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അത്രയും മോസ്റ്റ് മോഡേണൈസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ BJPക്ക് ഇവിടെ കരുത്ത് കൂടും തോറും വലിയ വികസനം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ആൾക്കാർക്ക് ബോധ്യമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു ആൾട്ടർനേറ്റീവ് ആയിട്ട് തന്നെ അവർ BJPയെ കാണുന്നുമുണ്ട്. പിന്നെ ഈ ഇടതിനോടും വലതിനോടും അവരുടെ ഒരു അപ്പീസ്മെന്റ് പൊളിറ്റിക്സിനോട് വലിയ വിരോധം ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. ഈവൻ പല കമ്മ്യൂണിറ്റീസിനകത്തുള്ള, ഇപ്പം നമുക്ക് തോന്നും മൈനോറിറ്റി അപ്പീസ്മെന്റ് ആയതുകൊണ്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. അവർക്ക് പോലും അതങ്ങനെ കാണിക്കുന്ന ശരിയല്ല, എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള പല ആൾക്കാരെയും ഇവർ എൻകറേജ് ചെയ്യുന്ന ശരിയല്ല എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു മറുപടി എന്നുള്ള നിലയിൽ BJPക്ക് വോട്ട് ചെയ്യണമെന്നുള്ള തോന്നൽ ജനങ്ങൾക്കിടയിൽ വ്യാപകമായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വോട്ട് എണ്ണിക്കഴിയുന്ന സമയത്ത് മനസ്സിലാവും. കാരണം അത്രയും വലിയ ചേഞ്ച് ജനങ്ങൾക്കിടയിലുണ്ട്. ഈ ഇപ്പൊ തിരുവനന്തപുരം എടുത്താലും തൃപ്പൂണിത്തുറ എടുത്താലും പാലക്കാട് എടുത്താലും BJP അധികാരത്തിൽ വരുന്നത് കാണുമ്പോൾ നെടുമങ്ങാട് മണ്ഡലത്തിൽ ഇത്തരത്തിലൊരു വിജയ സാധ്യത കൂടുതലായി വരുന്നുണ്ട് എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം ഉണ്ടോ? ഞാനൊരു 2 വർഷം 2-3 വർഷമായിട്ട് ജനങ്ങൾക്കിടയിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ മേഖലയിലും എനിക്ക് പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്, പ്രവർത്തകരല്ലാത്ത ഫാമിലീസും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ വലിയ രീതിയിൽ തരുന്നൊരു ആത്മവിശ്വാസം ഉണ്ട്. അതിപ്പോൾ അവിടെ തൃപ്പൂണിത്തുറ കിട്ടിയത് കൊണ്ടോ പാലക്കാട് കിട്ടിയത് കൊണ്ടോ മാത്രമല്ല, ഡെഫിനറ്റ്ലി തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയതിൻ്റെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് കേട്ടോ, ഇല്ല എന്ന് ഞാൻ പറയും. തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി, അവിടുത്തെ ഭരണം വളരെ മികച്ച രീതിയിൽ പോകുന്നു, എന്നോട് ഏറ്റവും ചേർന്ന് കിടക്കുന്നതാണ് നെടുമങ്ങാട് നിയോജക മണ്ഡലം. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വലിയ രീതിയിലുണ്ട്. അപ്പോൾ ഇവിടെ ജയസാധ്യതയും കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് കുറച്ചുകൂടി കൺവേർട്ട് ആകുന്നുണ്ട് നമുക്ക് അനുകൂലമായിട്ട്. അപ്പോൾ മൊത്തത്തിൽ വളരെ പോസിറ്റീവായിട്ടാണോ ഇത്തവണത്തെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? കാരണം നല്ല ചൂടുള്ള സമയമാണ്, രാപകലില്ലാതെ അധ്വാനിക്കണം, തിരഞ്ഞെടുപ്പ് ചൂട് വേറെയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഒരുപാട് പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ എത്രമാത്രം പോസിറ്റിവിറ്റിയാണ് കയ്യിലുള്ളത്, കൈമുതലായുള്ളത്?
പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജന്മത്തിൽ നമുക്ക് ചെയ്യാൻ ചില നിയോഗങ്ങളുണ്ട്. ആ നിയോഗത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അപ്പോൾ ഒരു പോരാട്ടവും അത്ര ഈസി അല്ല. നമ്മൾ ഇതുവരെ എത്താൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൊരു സ്ട്രഗിൾ ഉണ്ട്. അപ്പോൾ കേരളത്തിലും BJP പ്രവർത്തകരായിട്ടുള്ള ഏതാണ്ട് ഇപ്പോൾ NDA സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന ബാക്കിയുള്ളവർ ഒഴിച്ചാൽ 100-ൽ താഴെ ആൾക്കാർക്ക് മാത്രമാണ് ഒരു ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. പാർട്ടി നമുക്കൊരു അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി തരുമ്പോൾ അതിനെ നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നാണ്. എത്ര സുഖകരം അല്ലെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അതായത് മത്സരമാണ്, ഒരാൾക്കേ ജയിക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവർ 2-3 സ്ഥാനങ്ങളിലേക്കൊക്കെ പോകും. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ പോലും 2-ലേക്കോ 3-ലേക്കോ പോയാൽ പോലും ഈ ഒരു മണ്ഡലത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇനിയാണെങ്കിലും MLA ആയില്ലെങ്കിലും ഒരു ജനപ്രതിനിധിയായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവായി ഞാൻ പ്രവർത്തിക്കുമെന്ന് 100% അവർക്ക് ഉറപ്പ് കൊടുക്കൂ. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്നത് എനിക്ക് MLA-യുടെ അലവൻസ് കിട്ടിയിട്ടോ എനിക്ക് യാത്രാപടി കിട്ടിയിട്ടോ അല്ല. എനിക്ക് കിട്ടുന്ന പല ചെറിയ ചെറിയ വരുമാനങ്ങളിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഓടിയിട്ടുള്ളത്. അതിനെക്കുറിച്ചിട്ട് ഇവിടെ ഉള്ള എല്ലാവർക്കും അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ഞാൻ എങ്ങനെയാണ് യാത്ര ചെയ്തിട്ടുള്ളത്, ഓരോ സ്ഥലത്തെത്തിയിട്ടുള്ളത് എന്നുള്ളതിൽ. ഇതൊന്നുമില്ലാത്ത സമയത്ത് ഞാനത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയും അത് ചെയ്യുമെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അവർക്ക് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് അവരെൻ്റെ ഒപ്പം നിൽക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ ജയിക്കും. ആ ആത്മവിശ്വാസമാണ് നമുക്ക് ഏറ്റവും അധികം കൈമുതലാകേണ്ടത്. ഞാൻ ഒരു നിമിഷം ബ്ലാങ്ക് ആയി ഇനി എന്താണ് പറയുന്നത്. അങ്ങനെ ഇത്രയും ദിവസം നമ്മളിങ്ങനെ ജനങ്ങളുമായിട്ട് സ്ഥിരമായി സംവദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ രഹസ്യമായി പരസ്യമായി നമ്മളിങ്ങനെ എല്ലാവരും ജയിക്കട്ടെ ഓക്കെ ബൈ ബൈ എന്ന് പറഞ്ഞതിന് അപ്പുറത്തേക്ക് രഹസ്യമായി അവരവരുടെ ഒരു കൺസേൺ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ആവശ്യം അത്തരത്തിൽ ഒരു നമ്മളോട് പറഞ്ഞ കാര്യം എന്തായിരിക്കും? അല്ല, ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോ ആവശ്യങ്ങളാണ് അവർ നമ്മളോട് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഈ മണ്ഡലത്തിന്റെ ഓരോ ഭാഗത്തും ഓരോ തരത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ മുതൽ തുടങ്ങി ഈവൻ കുടുംബ പ്രശ്നങ്ങൾ വരെ എന്നോട് പറഞ്ഞു. ഫാമിലി ഇഷ്യൂസ്, ഡിവോഴ്സ് ഇഷ്യൂസ് വരെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്രയും ഡീപ്പ് റൂട്ടിൽ കാര്യങ്ങളിൽ പലരുടെയും കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. അവർക്ക് ജോലിയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇനിയും അതുപോലെ തന്നെ തുടരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ ഈ കുറച്ചുകൂടിയും ഫോക്കസ്ഡ് ആയിട്ട് വികസന വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിന് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ഒരുമാതിരി നമ്മുടെ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട അവസ്ഥയാണ്. കാരണം പലയിടത്തും ബ്ലോക്കാണ് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് അങ്ങ് മാറ്റി കൊടുത്താൽ സുഗമമായിട്ട് ഈ സാധനങ്ങൾ പലത് കൊഴുകും. അപ്പോൾ ഈ മണ്ഡലം എന്ന് പറഞ്ഞാൽ അത്രയും വികസന പൊട്ടൻഷ്യലാണ്. ഞാൻ വെറുതെ ഒരു ഇതിന് വേണ്ടി പറയുന്നു, ഒരു സാധാരണ ഇവിടെ ഒരു മത്സരിക്കുന്ന ഒരാളെന്നുള്ള നിലയിലോ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിലോ പറയുന്നതല്ല. ഈ മണ്ഡലത്തിന് അത്രയധികം വികസന സാധ്യത ഉണ്ട്. ആ വികസന സാധ്യത അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിൽ ഫുൾ ത്രോട്ടലിൽ എക്സിക്യൂട്ട് ആകണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഈ പറ്റിക്കാൻ വേണ്ടിയിട്ട് സാധനം ചെയ്തിട്ട് കാര്യമില്ല. അതായത് എനിക്കിപ്പോൾ വോട്ട് കിട്ടണമെങ്കിൽ ഞാൻ ആ ഭാഗത്തൊരു വികസന പ്രവർത്തനം ചെയ്തു എന്ന് വരുത്തണം, അതിനുവേണ്ടി ഞാൻ ഇത് ചെയ്തു വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് 5 വർഷം കഴിഞ്ഞ് പ്രയോജനം ഉണ്ടാവും, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് പ്രയോജനം, 6 മാസം കഴിയുമ്പോഴെങ്കിലും ഇതിന് പ്രയോജനം ഉണ്ടാവുമോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പം അങ്ങനെ ചിന്തിക്കാതെ എൻ്റെ ലാഭത്തിന് വേണ്ടി എന്നുള്ള തലത്തിലാണ് ഞാൻ ഈ സാധനം ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് അതിൻ്റെതായ സിൻസിയറായിട്ട് ആ കാര്യം ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ഈ ഇന്ത്യയെക്കുറിച്ച് പറയില്ലേ, നാനാത്വത്തിൽ ഏകത്വമാണെന്ന്. പക്ഷെ ചേട്ടൻ പറഞ്ഞു വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ നെടുമങ്ങാട് മണ്ഡലം അങ്ങനെ തന്നെയാണ്. 4 ഏരിയയും 4 തരത്തിലുള്ള വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള ഒരു സ്ഥലമാണ്. അവിടെയും ഇങ്ങനെ ഒരു നാനാത്വത്തിൽ ഏകത്വം കൊണ്ടുവന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.